പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് സ്പീക്ക്. അൺമ്യൂട്ട് ചെയ്തിട്ടൊന്ന് സംസാരിക്കൂ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ, മ്യൂട്ടിന്റെ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അൺമ്യൂട്ട് ചെയ്തിട്ടൊന്ന് സംസാരിക്കൂ. കേൾക്കാവൂ? ഓക്കെ. ഓക്കെ, എനിക്കും കേൾക്കാം. ഓക്കെ, സോ സ്ക്രീൻ കാണാൻ അല്ല, അത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സോ ഗുഡ് ഈവനിങ് സർ. ഓക്കെ. യെസ്, സോ ക്യാൻ യു പ്ലീസ് ഒന്ന് ഹലോ. ഒരു മിനിറ്റ്. ഒരു ബുക്കും പെന്നും വേണം. യെസ്, ഒരു ബുക്കും പെന്നും കൂടി. ഒരു മിനിറ്റ്. ഓക്കെ, നാളെ മതിയോ? തൽക്കാലം നാളെ മതി. കിട്ടിയേ കൊള്ളായിരുന്നു. ഇവിടെ ഉണ്ടെങ്കിൽ ഇല്ലെന്ന് തോന്നുന്നു എനിക്ക് ഇവിടെ ബുക്കും. ഓക്കെ, എന്നാൽ നമുക്ക് ഇന്നൊരു സെൽഫ് ഇൻട്രൊഡക്ടറി പാർട്ട് ആക്കാം. നാളെ മുതൽ റെഡി ആയാൽ ഓക്കെ. ഓക്കെ. സോ ഗുഡ് ആഫ്റ്റർനൂൺ. നമുക്കപ്പോ എന്റെ പേര് ഞാൻ തന്നെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഐ എം ആരഭി. ഞാൻ ആലപ്പുഴക്കാരിയാണ്, ആലപ്പുഴയിൽ നിന്ന് വരുന്നു. ആൻഡ് ഞാൻ ഇതിനു മുമ്പ് ലാംഗ്വേജ് ട്രെയിനർ ആയിട്ടും കോളേജിലും സ്കൂൾസിലൊക്കെ ടീച്ചറും ട്രെയിനറൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ക്യാൻ യു പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്? My name is Godson. I am from Kerala. Kerala, which place? Which district? Kottayam. Okay, yes. And what you are doing? Now I am in London. You are in London. Okay. Yeah. So, sir, ഇപ്പൊ എന്താണ് ഈ ഒരു കോഴ്സ് ജോയിൻ ചെയ്യാൻ കാരണം? ആൻഡ് ഓൾസോ ഫ്രം വേർ യു ഗോട്ട് ദിസ് ഇൻഫോ, ദാറ്റ് ഈസ് ഇവിടെ സക്സസ് മന്ത്രയില് എങ്ങനെയാണ് ജോയിൻ ചെയ്യാനായിട്ടുള്ള കാരണം? എവിടുന്നാണ് ഇങ്ങനെ ഒരു സോഴ്സ് കിട്ടിയത്? ഫേസ്ബുക്ക് ആണ്. അപ്പൊ സാറിന് ഈ ഒരു കോഴ്സിൽ ചേരുമ്പോ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിടുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് സംസാരിക്കുമ്പോൾ? വാട്ട് ആർ ദ പ്രോബ്ലംസ് ദാറ്റ് യു ഫേസ്? മെയിൻ പ്രോബ്ലം ഇത് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന തിരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ ഗ്രാമറും ബേസിക് ഗ്രാമറും കോൺഫിഡൻസ് ഒക്കെ ഉണ്ടോ സംസാരിക്കാനായിട്ട്? കോൺഫിഡൻസ് ഉണ്ടെന്ന് തോന്നല്ലേ? അത് കുഴപ്പമില്ല, ഒരുമാതിരിയൊക്കെ ഉണ്ട്. ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞു പിന്നെ സംസാരിച്ച് പക്ഷെ അങ്ങോട്ട് ശരിയാകുന്നില്ല. അതൊക്കെ ശരിയാകും. ഈ കോഴ്സ് അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ലണ്ടനിൽ എന്ത് ചെയ്യാണ്? ഞാൻ ഇപ്പോഴും വെയർ ഹൗസില്ല, ഞാൻ ഡിപ്പെൻഡന്റ്. ഓക്കെ, ശരി. സോ ഈ ഒരു കോഴ്സ് ബേസിക്കലി സുരഭി മാം എന്തെങ്കിലും പറഞ്ഞായിരുന്നോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന്? ഇതിന് അങ്ങനെ അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ഞാൻ ഓൾറെഡി ഒരു 3 ഇവിടെ വന്നു കഴിഞ്ഞ് ഞാനിപ്പം ഓൾറെഡി ഇവിടെ 6 months ആയി ഇവിടെ. വന്നു കഴിഞ്ഞിട്ട് ഞാനൊരു 3 ഇതുപോലത്തെ ജോയിൻ ചെയ്തു. സോ അവിടെയൊക്കെ പാളിച്ചകൾ പറ്റിയത്? അവിടുത്തെ ഡ്രോബാക്സ് എന്തൊക്കെയായിരുന്നു? അവിടെ എനിക്കും ഇങ്ങനെ കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഇത് കുറച്ചുകൂടെ കൺവീനിയന്റ് ആയി തോന്നി. യൂസ് ചെയ്യാനായിട്ട് ഇതിന്റെ ഒരു ദിവസം മറ്റേ സാറിന്റെ ക്ലാസ് ഒക്കെ എനിക്ക് കൂടാൻ പറ്റിയായിരുന്നു ഒരു ലൈവില്. അങ്ങനെ ഞാൻ അത് കേട്ടപ്പോഴൊക്കെ എനിക്ക് ചില കൺവീനിയന്റ് ആയിട്ടാണ് ഞാൻ ചേരാനുള്ള ഒരു ഡിസിഷൻ എടുത്തത്. ഓക്കെ, സോ നല്ല ഡിസിഷൻ ആണ്. കാരണം സാർ ഇവിടെ സ്പോക്കൺ ഇംഗ്ലീഷ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു സിലബസ് ഉണ്ടാകുമല്ലോ. അപ്പൊ ആ സിലബസ് എന്ന് പറയുമ്പോൾ ബേസിക്കലി 3 ലെവൽസ് ആണ്. ഫസ്റ്റ് ലെവലില് നമ്മള് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. റൈറ്റ് ഫ്രം ദ ആൽഫബറ്റ്സ് മുതൽ നമ്മൾ പഠിപ്പിച്ചു തുടങ്ങും. അതത്രയും നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതല്ലാതെ എന്നെ ഒന്നും അറിയാത്ത ഒരാളെ എനിക്കൊന്നും അറിയത്തില്ല. ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ സ്ട്രക്ചർ നമ്മൾ സംസാരിക്കുമ്പോൾ വേർഡ്സിൽ നിന്ന് ഫ്രേസുകൾ ഉണ്ടാകുന്നു, ഫ്രേസുകളിൽ നിന്ന് സെന്റൻസ് ഉണ്ടാകുന്നു. അങ്ങനെ സെന്റൻസിൽ ഡെയിലി കോണ്ടെക്സ്റ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സെന്റൻസുകൾ,
അതുപോലെ തന്നെ അത് നമുക്ക് ചോദ്യം ഉണ്ടാക്കാനായിട്ട് ഇത്തിരി പാടായിരിക്കുമല്ലോ. ആ അപ്പൊ അങ്ങനത്തെ ചോദ്യം എങ്ങനെയൊക്കെ ഉണ്ടാക്കാം, WH ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കുറെ ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ സെറ്റ് ആവുകയാണെങ്കിൽ പിന്നെ അങ്ങോട്ടുള്ള 2 ലെവൽസ് കുറച്ചും കൂടി ഈസി ആകും. ആൻഡ് ഓൾസോ അതിന്റെ ഡിഫിക്കൽട്ടി ഓക്കെ. ലെവല് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ അതെല്ലാം നല്ല സിമ്പിൾ ആയിട്ട് ഫോർമുലാസ് ഒന്നും യൂസ് ചെയ്യാതെ, പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പ്രസന്റ് ടെൻസിന്റെ ആ ഗ്രാമർ. ഒരു ഫോർമുല, ആ യെസ്, ഗ്രാമർ, ഭയങ്കര സബ്ജക്ട് പ്ലസ് അങ്ങനെ കുറെ സാധനങ്ങൾ ഒരു ഉം ലിസ്റ്റ് തന്നിട്ട് നമുക്ക് പഠിക്കാൻ തരും. ഉം അപ്പൊ ഉം അങ്ങനത്തെ സംഭവമൊന്നും ഇല്ല ഇവിടെ. നമ്മൾ ഡെയിലി സംസാരിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അതിലൂടെ ഓക്കെ. നമ്മൾ ഗ്രാമർ അറിയാതെ ഇങ്ങനെ ഡ്രില്ലിലൂടെയും പ്രാക്ടീസിലൂടെയും ഒക്കെയാണ് ഇവിടെ ചെയ്യിക്കുന്നത്. ഓക്കെ. വരണം. ആ ഞാൻ പിന്നെ നാട്ടിൽ ഞാൻ ഒരിടത്ത് ക്ലാസ്സിന് പോകുന്നതാണ്. അപ്പൊ എനിക്കാണെങ്കിൽ അവിടെ എനിക്ക് 1 മന്ത് അവിടെ പോകാൻ പറ്റില്ല. അവിടെ എനിക്ക് ഒരുമാതിരി കാര്യങ്ങൾ ആ സാറ് പഠിപ്പിക്കുന്നത് മനസ്സിലാകുന്നതാണ്. അപ്പൊ ആ സാറ് പറയുന്ന കാര്യങ്ങളും ഇവിടുത്തെ ഈ സാറ് പറയുന്ന കാര്യങ്ങളും രണ്ട് സെയിം. എനിക്ക് തോന്നുന്നു രണ്ടുപേരും ഒരേ ഇതാ ഫോളോ എനിക്ക് തോന്നുന്നു. രണ്ടുപേരും സെയിം ഒരേപോലെ തന്നെയാണ് അപ്പൊ അവർ രണ്ടുപേരും സംസാരിക്കുന്നത്. ആ പക്ഷെ ഇവിടെ ഞാൻ കുറച്ച് അവിടെ ക്ലാസ്സിൽ പോയി കൂടുമായിരുന്നു. ഇവിടെ കുറച്ച് ടെക്നിക്സ് ഒക്കെ ഉം യൂസ് ചെയ്തിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ അറിയാതെ തന്നെ നമ്മുടെ ഓക്കെ. മനസ്സിലേക്ക് കയറി പോകും. ഇങ്ങനെ ചോദ്യം ഇങ്ങനെ, അയ്യോ എങ്ങനെയാണ് ചോദിക്കേണ്ടത്, അങ്ങനെ ഒന്നും നമുക്ക് തോന്നത്തില്ല. നമ്മുടെ മനസ്സിൽ നിന്ന് ഇങ്ങനെ അറിയാതെ വന്നു പോകും. അങ്ങനത്തെ ഒരു പിന്നെ കുറച്ച് പിന്നെ ഇവിടെ ആണെങ്കിൽ ആക്സെന്റും ഭയങ്കര വിഷയം. നമുക്ക് ഒന്നും അറിയാൻ പറ്റാണ്ട് ഇവര് പറയുന്നത് നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കില്ല. അതാണ് ഏറ്റവും വിഷയം. ആ വേറെ ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല. ഇവരുടെ ആക്സെന്റ് നമുക്ക് ഭയങ്കര ഇവരാണെങ്കിൽ വള സംസാരിക്കുന്നത്. അപ്പൊ കുറച്ച് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ബ്രിട്ടീഷ് അത് ഇംഗ്ലീഷിലും കുഴപ്പമില്ല, എന്തെങ്കിലും കിട്ടിയാൽ മതി എനിക്ക്. ആ അത് സെക്കൻഡും തേർഡ് ലെവലൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടി അഡ്വാൻസ് ലെവൽ ആകുമ്പോഴത്തേക്കാണ് ഇവിടെ തന്നെ അത് ഉണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് ഓക്കെ തേർഡ് ഓക്കെ കഴിഞ്ഞിട്ടുള്ള ലെവലിലാണ് അങ്ങനെ ബ്രിട്ടീഷ് 1 മിനിറ്റ് ഇംഗ്ലീഷ് ഒക്കെ കേൾപ്പിക്കും. ലിസ്ണിംഗ് ടാസ്കുകളൊക്കെ ഓക്കെ. തരും. സോ ദാറ്റ് യു ക്യാൻ ലിസൺ ടു ദ വീഡിയോസ്, ഓഡിയോസ് ഒക്കെ കേട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ ഓക്കെ. സോ ഐ വിൽ ഷെയർ ദ സ്ക്രീൻ കാണാമല്ലോ അല്ലേ? കാണാം. Can you please read this quote? Your quote. I am bold, I am confident, I can speak confidently in English. Okay, the first quote. Second one. First one, ഇത് കണ്ടോ? Fall down. Oh, ആ 7 times stand fall up down. 8. അതിന്റെ അർത്ഥം എന്താ? അതെനിക്ക് മനസ്സിലായില്ല. അല്ല, ജസ്റ്റ് ഒന്ന് വായിക്കുമ്പോ നമുക്കൊരു ഒരു ലിറ്ററൽ മീനിങ് കിട്ടുമല്ലോ. വായിക്കുമ്പോ എന്തോ കിട്ടുന്നത്? Fall down 7 times, stand up 8 എന്ന് വെച്ചാ ഏഴ് ഒന്ന് പ്രാവശ്യം വീണാലും എട്ടാമത്തെ പ്രാവശ്യം എണ്ണിക്കാൻ ശ്രമിക്കണമെന്ന്. അപ്പൊ അതിന്റെ ഒരു ഇന്നർ മീനിങ് എന്തായിരിക്കും? നമ്മള് എവിടൊക്കെ വീണ് പോയാലും പിന്നെ ശ്രമിച്ചോണ്ടിരിക്കണം എണ്ണിച്ചു വരാൻ. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ആദ്യം മനസ്സിലായില്ല എന്ന് എന്താ പറഞ്ഞത്? നമ്മള് ഒരു ടാസ്ക് കിട്ടുമ്പോ ജസ്റ്റ് ഒന്ന് ട്രൈ ആ ചെയ്യണം അല്ലേ? അത് തീരെ ക്ഷമയില്ല. സോ യു ഷുഡ് ഡെവലപ്പ് ദറ്റ് ക്വാളിറ്റി, പേഷ്യൻസ് അല്ലേ? ദാറ്റ്സ് Yes, ഓക്കെ. yes. അല്ല, ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോ ആ ഒരു ഫ്രണ്ട്ലി നേച്ചർ വരുമ്പോ അവിടെ ഒരു ഹിൻഡ്രൻസ് വരത്തില്ല. ഒരു സംസാരിക്കാനായിട്ടുള്ള ഒരു ചളിപ്പോ അങ്ങനത്തെ സംഭവം ഒന്നും വരുന്നില്ലല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. സോ ഇത് നമ്മള് ഇംഗ്ലീഷ് കുറെ അക്കാഡമീസിലൊക്കെ പോയി പഠിച്ച് ഒന്നും ശരിയായില്ല. എങ്കിലും നമ്മൾ മാക്സിമം പിന്നെയും അത് സംസാരിച്ച് കണ്ടിന്യൂസ് ആയിട്ട് കുറെ പ്രോബ്ലംസ് അതിന്റെ ഇടയ്ക്ക് വരും. അതെല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോവുക. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഓൾസോ യു ഷുഡ് ബി ബോൾഡ്, കോൺഫിഡന്റ്, യു ക്യാൻ സ്പീക്ക് കോൺഫിഡന്റ്ലി ഇൻ ഇംഗ്ലീഷ് എന്നുള്ള ആ ഒരു പോസിറ്റീവ് അഫർമേഷൻ ആണ്. നമ്മളെപ്പോഴും നമ്മളോട് തന്നെ ഇങ്ങനെ ഐ ക്യാൻ സ്പീക്ക്, ഐ എം ബോൾഡ്, ഐ എം കോൺഫിഡന്റ്, ഐ ക്യാൻ സ്പീക്ക് ഫ്ലുവന്റ്ലി ഇൻ ഇംഗ്ലീഷ് അല്ലെങ്കിൽ കോൺഫിഡന്റ്ലി ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ട് നമുക്കത് സാധിക്കും. ഒന്ന് ട്രൈ ചെയ്താൽ മതി. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഹൗ മെനി ആൽഫബറ്റ്സ് ആർ ദേർ ഇൻ ഇംഗ്ലീഷ്? എത്രയാ? I don't know. 23, 22 maybe. You can count and find. 26 alphabets ആണുള്ളത്. Okay. സോ ബുക്കും പേനയും ഉണ്ടായിരുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതാമായിരുന്നു. ക്ലാസ് അറ്റൻഡ് ചെയ്യുമല്ലേ, അപ്പൊ നമുക്കൊരു ബുക്കും പേനയൊക്കെ നാളെ മുതൽ വേണം. ഓക്കെ, I will arrange next day. വെരി ഗുഡ്, യു ആർ റെസ്പോണ്ടിങ്. ഇങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്കിടയ്ക്ക് ആദ്യത്തെ ഒരു 5 ക്ലാസ് ചെറുതായിട്ടൊക്കെ ഒന്ന്
സംസാരിക്കാം. പിന്നെ നമുക്ക് എപ്പോഴും ഓക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഇംഗ്ലീഷിൽ. ഓക്കെ. കാരണം ഓക്കെ ചില ഓക്കെ റൂൾസ് ഒക്കെ പറയുമ്പോൾ മലയാളത്തിലല്ലേ കുറച്ചും കൂടി മനസ്സിലാകും. ഓക്കെ ഓക്കെ ആ എനിക്ക് സോ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്ന ഒരാളെ കിട്ടുമ്പോ ഡെഫിനറ്റ്ലി യു ക്യാൻ. സോ ഐ വിൽ ബി there ടു സ്പീക്ക് വിത്ത് യു ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ ഇവിടെ ഓക്കെ 26 ആൽഫബറ്റ്സ് ആണ്. ഫസ്റ്റ് റോയിൽ കൊടുത്തിട്ടിരിക്കുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. സെക്കൻഡിലോ സ്മോൾ സ്മോൾ ലെറ്റേഴ്സ് ആണ്. അപ്പോ 26 ആൽഫബറ്റ്സ് ജസ്റ്റ് ഒന്ന് ഈ ഇത് കഴിഞ്ഞിട്ടൊന്ന് എഴുതണം കേട്ടോ. ഓക്കെ വവ്വൽസ് കോൺസണൻസ് കേട്ടിട്ടുണ്ടോ? വവ്വൽസ്. ആ അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണ്? ഈ വവ്വൽ സൗണ്ട്സുകൾ എന്തൊക്കെയാണ്? ആ പറയുന്ന സൗണ്ട്സുകൾ ഉണ്ടാക്കുന്ന വേർഡ്സിന്റെ മുമ്പില് നമ്മൾ എ ആണോ ആൻ ആണോ? ആനും ചേർക്കണോ? അതിലേതാ ചേർക്കണ്ടേ? വവൽസിന് മുന്നേ ആനും മറ്റേതിന്റെ മുന്നേ എയും. ഓക്കെ. സോ വവ്വൽ സൗണ്ട്സ് ഏതൊക്കെയാണ്? എ ഐ ഒ യു. അത് മാത്രമാണെന്നാണോ പറയുന്നത്? മാത്രല്ലേ എ ഐ ഒ യു നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ A4 ആപ്പിൾ. അപ്പൊ നമുക്ക് ഈ ആൻ വെച്ച് പറഞ്ഞു നോക്കാം. ഈ എ ഐ ഒ യു കൊണ്ട് ഞാൻ കുറച്ച് വേർഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് അതിന്റെ മുമ്പിൽ ആൻ ഇട്ട് നോക്കാം. അപ്പം ആൻ ആപ്പിൾ. അടുത്തത് എഗ് ആണ്. അടുത്ത വേർഡ് ഒന്ന് ആൻ വായിക്ക്. ആൻ എഗ്. ആൻ ഐസ്ക്രീം. ആൻ ഐസ്ക്രീം. ആൻ ഓറഞ്ച്. ആൻ അംബ്രല്ല. അംബ്രല്ല വന്നത് യു ആയതുകൊണ്ടാണല്ലേ? ഓക്കെ. അടുത്തത് ആൻ അവർ. അതെന്തുകൊണ്ടാണ്? എ ഐ ഒ യു എന്ന് പറയുന്ന ലെറ്റർ ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ട് ഓർക്കുന്നുണ്ടോ, ഇങ്ങനെ സൗണ്ട്സ് വന്നാലും നമ്മളവിടെ ഇത് ഉപയോഗിക്കണമെന്നാണ്. യെസ് ദാറ്റ്സ് ഇറ്റ്. സൗണ്ട്സ് ആണ് മെയിൻ ആയിട്ടും നോക്കുന്നത്. വവ്വൽസ് എന്ന് പറയുമ്പോൾ മലയാളത്തിലെ സ്വരാക്ഷരങ്ങൾക്ക് ഇക്വലന്റ് ആണ്. സ്വരാക്ഷരങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ? അതൊന്ന് മൊത്തം പറയാവോ? ഇറു എന്ന് പറയുന്ന ഒരു സൗണ്ട് ഇല്ലേ? ഞാൻ പറയാം ഒന്ന്, എന്നിട്ട് എന്റെ കൂടെ പറഞ്ഞാൽ മതി. ഇ ഉ ഋ എ ഐ ഒ ഔ അപ്പോ ഈ പറയുന്ന സൗണ്ട്സുകൾ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സുകൾ ഉണ്ടല്ലോ, ആ വേർഡ്സുകളുടെ മുമ്പിൽ, ഈ വവൽ സൗണ്ട്സുകളുടെ മുമ്പിലാണ് നമ്മൾ ശരിക്കും ആൻ ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയോ? അല്ലാതെ നമ്മൾ ജസ്റ്റ് ഈ ലെറ്റേഴ്സിൽ മാത്രമായിട്ട് ഒതുങ്ങി പോകരുത്. കാരണം ഈ ലെറ്റേഴ്സിലുള്ള ചില സാധനങ്ങളെല്ലാം എ വെച്ചും സ്റ്റാർട്ട് ചെയ്യും. സോ ഐ ഗിവ് യു ആൻ എക്സാമ്പിൾ. ഇപ്പൊ അവർ എന്ന് പറയുന്ന ഒരു സാധനം, മണിക്കൂർ. ഓക്കെ, മണിക്കൂർ. അവറിന്റെ ഹവർ എന്നാണോ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്? ഹവർ, പ്രൊനൗൺസ് ചെയ്യുന്നത് അവർ എന്നാണ്. അപ്പോ അവർ എന്ന് പറയുമ്പോൾ ആ സൗണ്ട് അല്ലേ വരുന്നത്? സ്വരാക്ഷരത്തിലെ ആ സൗണ്ട് അല്ലേ? അതുകൊണ്ട് ഇറ്റ്സ് ആൻ അവർ എന്ന് വരും. ക്ലിയർ? കിട്ടിയോ? മനസ്സിലായോ? അടുത്തത് ഹോണസ്റ്റ് എന്ന് നമ്മൾ പറയാറുണ്ടോ? അവൻ ഒരു ഹോണസ്റ്റ് മാൻ ആണെന്നല്ലല്ലോ പറയുന്നത്, ഓണസ്റ്റ് എന്നല്ലേ പറയുന്നത് പ്രൊനൗൺസിയേഷൻ? ഹി ഈസ് എൻ ഓണസ്റ്റ് മാൻ അല്ലെങ്കിൽ ഓണസ്റ്റ് പേഴ്സൺ. അവിടെയും ഓ സൗണ്ട് ആണ് വന്നത്. ഓ സ്വരാക്ഷരത്തിലെ ഓ. അപ്പോ ആൻ ഓണസ്റ്റ് മാൻ. ക്ലിയർ? അത് ഡൗട്ട് ഉണ്ടോ? അടുത്തത് ഈ ഒരു ലെറ്റർ ഒന്ന് പറയൂ. അപ്പോ അത് ഏത് സൗണ്ട് ആണ്? ഇയർ എന്നാണ്. യാ സൗണ്ട് ആണ്. നമ്മുടെ ചെവിയുടെ ഇംഗ്ലീഷ് ഇയർ എന്നാണ്. ഓക്കെ, ഇയർ. മൈ ഇയർ ഇസ് പെയിനിങ്. പക്ഷെ ഈ ഇയർ എന്ന് പറയുമ്പം വർഷമാണ്. ഇയർ. നമ്മള് ലണ്ടനിലല്ലേ, അപ്പം ആൾക്കാർ സംസാരിക്കുമ്പോ ഐ നീഡ് എ ഇയർ ബ്രേക്ക് എന്നൊക്കെ അല്ലേ പറയുന്നത്. യാ സൗണ്ട്. ഇവിടെ പലതും വേറെ എന്തൊക്കെയാ പറയുന്നത്, 100 എന്നൊക്കെയാ പറയുന്നത്. അത് നമുക്ക് അങ്ങോട്ട് വരാം. ആദ്യം ബേസിക് സെറ്റ് ആക്കണം. സൺഡേ. മൺഡേ, സൺഡേ. ഇവിടെ ബസ് എന്നൊക്കെയാ പറയുന്നത്. അവര് ഒരുമാതിരിയൊക്കെ ഇപ്പൊ
കേട്ട്. ഈ മൺഡേയുടെ സൺഡേ, നമ്മൾ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ എന്ന് പറയുമ്പോൾ അവര് മൺഡേ ഒരു എയ് വരും അറ്റത്ത്, ട്യൂസ്ഡേ അങ്ങനത്തെ സംഭവം വരും. ഓക്കെ, സോ അത് നമുക്ക് പിന്നെ പറയാം. ഇനി അടുത്തത് യൂണിവേഴ്സിറ്റി. യൂണിവേഴ്സിറ്റി എന്നുള്ള വേർഡ് കേട്ടിട്ടില്ലേ? കേരള യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി. അപ്പോ അത് എന്തുകൊണ്ട്, അത് ആൻ യൂണിവേഴ്സിറ്റി ആണോ എ യൂണിവേഴ്സിറ്റി ആണോ? ആനല്ലേ വരണ്ടേ? ഞാനവിടെ ആൻ പറഞ്ഞു. അതെന്താ ആൻ വന്നത്? യു ഉള്ളതുകൊണ്ട്. ആൻ ഇവിടെ നമ്മൾ സൗണ്ട് ശ്രദ്ധിക്കുക. യൂണിവേഴ്സിറ്റി എന്നാണ് പറയുന്നത്. അപ്പൊ വന്നോണ്ടാണ്. യാ വന്നതുകൊണ്ട് അത് സ്വരാക്ഷരം അല്ലല്ലോ. സ്വരാക്ഷരം ആ മുതൽ ആ വരെ അല്ലേ. അപ്പോ നമ്മൾ യൂണിവേഴ്സിറ്റി എന്നല്ലല്ലോ പറയുന്നത്. അല്ലല്ല, യൂണിവേഴ്സിറ്റി. യൂണിവേഴ്സിറ്റി എന്നായിരുന്നെങ്കിൽ ആൻ പറയാമായിരുന്നു. അപ്പോ അതുകൊണ്ടാണ് ഇവിടെ യൂണിവേഴ്സിറ്റി എന്ന് വന്നത്. ഓക്കെ. അപ്പൊ ഞാൻ കുറച്ച് വേർഡ്സ് എക്സാമ്പിൾസ് ആയിട്ട് തരണോ, അതോ ഹോംവർക്ക് ആയിട്ട് മതിയോ കണ്ടുപിടിക്കാനായിട്ട്? വാട്സപ്പിലേക്കോ? വാട്സപ്പിൽ ഞാൻ കുറച്ച് ഒരു 10-15 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ബവൽസിന്റെ ടാസ്ക് ആണ്. ആൻ ആണോ എ ആണോ മുമ്പിൽ ഇടേണ്ടതെന്ന് കണ്ടുപിടിക്കുക. വാട്സപ്പ് അയച്ചാൽ മതി. അത് തന്നെ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് റാൻഡം ആയിട്ട് കുറച്ച് വേർഡ്സ് പറയുക. ബി ഫോർ ബേർ സൗണ്ട്. ബി ഫോർ ബോൾ. ബോൾ. സി ഫോർ കാറ്റ്. കാറ്റ്. ഡി ഫോർ ഡ സൗണ്ട്. ഡോഗ്. എഫ് ആണെങ്കിലോ? എഫ്. നമ്മളെ ലെറ്റർ പറയുമ്പം എഫ്, ജി, എച്ച് എന്നൊക്കെ പറയാം. സൗണ്ട് പറയുമ്പം ഫ്, ഗ, ഹ, ക അങ്ങനെയൊക്കെ പറയാം. ഓക്കെ. സൗണ്ട് കൊണ്ടൊരെണ്ണം പറയും. സിമ്പിൾ അല്ലേ? ഞാൻ ഒരെണ്ണം പറയട്ടെ. വെരി ഗുഡ്. ഫാം കിട്ടി, കറക്റ്റ്. അടുത്തത് ഗ. ഗ്രൗണ്ട്. ഗ്രൗണ്ട്. അപ്പൊ സൗണ്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. നെക്സ്റ്റ് ഹ. പെട്ടെന്ന് പറഞ്ഞു പോയി. ഹൗസ്. അടുത്തത് ജോക്കർ. അവിടെ ലണ്ടനിൽ എല്ലാരും സംസാരിക്കുമ്പോ ഇല്ലേ, അങ്ങനെ പ്രൊനൗൺസ് ചെയ്യത്തില്ലെന്ന് തോന്നല്ലേ? ജോക്കർ. ചിലതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. കുറച്ച് ഇംഗ്ലീഷ് സോങ്സും 1 മിനിറ്റ് ഇംഗ്ലീഷിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ ഒരു 3rd ലെവലൊക്കെ ആവുമ്പോ പ്ലേ ചെയ്യുന്നുണ്ട്. അയൽസ് ഒക്കെ അയൽസിന് പ്രിപ്പയർ ചെയ്യുന്ന കൈൻഡ് ഓഫ് തിങ്സ്. അപ്പൊ അത് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഇതാവും. അപ്പൊ അതിന്റെ ഏറ്റവും ഫൗണ്ടേഷൻ ലെവലാണ് ഈ ഫസ്റ്റ് ലെവൽ. ഓക്കെ. അടുത്തത് ഇത് ഫൗണ്ടേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് വലിയ ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പം ഈ ഐ പോലും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, വവൽ സൗണ്ട്സ്. കാരണം ആൻ പറയേണ്ടടുത്ത് എ പറയാറില്ല. ഇവർക്ക് പിന്നെ കറക്റ്റ് ആയിട്ട് പറഞ്ഞ ഇവർക്ക് ഒട്ടും മനസ്സിലാകത്തില്ല. നമ്മൾ കറക്റ്റ് ഇതില്ല പറഞ്ഞില്ലെങ്കിൽ ഇവർക്ക് മനസ്സിലാവും. വേറെ വലിയവര് വേണേൽ കുഴപ്പമില്ല. നമ്മൾ ഇപ്പൊ ഹൈദരാബാദ് അവരുടെ അവർക്ക് നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷെ ഇവരോട് പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവില്ല. അവരൊക്കെ ആയിട്ട് ഇന്ററാക്ട് ചെയ്യണം. നമുക്കൊന്നും അറിയത്തില്ലെങ്കിലും അതൊരു നല്ലൊരു. അടുത്തത് ല സൗണ്ട് ഒന്ന് പറയാമോ? ലേണിംഗ്. നെക്സ്റ്റ് മങ്കി. അടുത്തത് നോട്ട്ബുക്ക്. പീപ്പിൾ. ക്വസ്റ്റ്യൻ. റിവർ. സണ്ണി. വി കൊണ്ട് കുറെ വേർഡ്സ് ഇല്ലേ? വെർബ്. അടുത്തത്
അതും വേർഡ് സൗണ്ട് ആണ്. W വർക്ക്. വർക്ക്. ആ ഓക്കെ. അടുത്തത് എക്സ്. എക്സ് I don't know. എക്സ് നമുക്ക് എന്തൊക്കെ പറയാം? സെറോക്സ് എന്ന് കേട്ടിട്ടില്ലേ? കോപ്പി. yes. സെറോക്സ്. ആ വൈ. Yellow. യെല്ലോ. യെല്ലോ. യൂണിവേഴ്സിറ്റി അല്ല, യെല്ലോ. യാ സൗണ്ട് വരുന്നത് മതി. ഇപ്പൊ പറഞ്ഞ ഏതാണെങ്കിലും Okay. പറയാം. ആൻഡ് ഫൈനലി സെഡ്. സെഡ്. Zebra. ആ അവിടെ നമ്മൾ ചെല്ലുമ്പോ അവര് പറയുന്നത് സെബ്ര എന്നായിരിക്കും. സെബ്ര. പ്രൊനൗൺസിയേഷൻ അതാണ്. നമ്മൾ ഇവിടെ കുക്കുംബർ എന്ന് പറയുമ്പോൾ അവിടെ ശരിക്കും ക്യൂകംബർ എന്നാണ് പറയുന്നത്. ഐ നീഡ് 1 yes. കിലോഗ്രാം ക്യൂകംബർ. യാ. സോ വേറൊരു ടിപ്പും കൂടെ ഉണ്ട്. ഇപ്പൊ ലണ്ടനിലല്ലേ, അവര് ചില Okay. സമയത്ത് ദായും ദീയും പറയൂ. നമുക്കറിയത്തില്ല ദായാണോ ദീയാണോ എവിടെയാണ് അല്ലേ. സോ Yes. ഹിയർ ഇസ് എ ടിപ്പ് ഫോർ യു. വവൽ സൗണ്ട്സിന്റെ മുമ്പിൽ ദീയും, വവൽ അല്ലാത്ത ഈ സാധാ സൗണ്ട്സിന്റെ പേരാണ് കോൺസണൻസ്. അതിന്റെ മുമ്പിൽ Okay. ദയുമാണ്. ഓക്കെ, ദയുമാണ് പ്രൊനൗൺസിയേഷൻ. അപ്പോ ഈ പറയുന്ന ദി ആപ്പിൾ, ദി എഗ്, ദി ഐസ്ക്രീം. ദി ഐസ്ക്രീം ഇസ് വെരി ടേസ്റ്റി. ഓക്കെ, കണ്ടോ? ദി ആണ് അവിടെ വരുന്നത്. പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ദി എന്ന് വരും. വവൽ സൗണ്ട്സിന്റെ മുമ്പിൽ ആനും വരും, ദിയും വരും. കോൺസണൻസ് വവൽ അല്ലാത്ത സൗണ്ട്സിന്റെ മുമ്പിൽ ദയും വരും, എയും വരും. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ ഇപ്പൊ പറഞ്ഞ വേർഡ്സുകളൊക്കെ ഉണ്ടല്ലോ, ബ മുതൽ സെഡ് വരെ. അപ്പൊ അവിടെ എല്ലാം ദയാണ് വരുന്നത്. ഓക്കെ. ദ ബുക്ക്, ദ ക്യാറ്റ്, ദ ഡവ്, ദ ഫ്രോഗ്, ദ ഗോട്ട്, ദ ഹെൻ. ദയാണ്. മറ്റേത് ദിയും. മനസ്സിലായോ? സോ ഇതിന്റെ ഞാനൊരു ഫോട്ടോ പിക്ക് അയച്ചു തരാം. ഇതൊന്ന് നോട്ടിലോട്ട് എഴുതിയേക്കണേ, മറക്കാതിരിക്കാൻ. ആൻഡ് ഓൾസോ ഞാൻ ക്വസ്റ്റ്യൻസ് തരാം. ആൻഡ് ക്യാൻ യു പ്ലീസ് സേ സംതിങ് അബൌട്ട് യുവർ ഡ്രീംസ്? എന്തെങ്കിലും ഇപ്പൊ ഇനി ഒരു 10 മിനിറ്റ്സ് സ്പീക്കിംഗ് ടാസ്ക് ആണ്. അല്ലെങ്കിൽ യു ക്യാൻ ടോക്ക് അബൌട്ട് യുവർ ഫാമിലി. കോട്ടയത്ത് എവിടെയാണ്, അവിടെ +2 വരെ, അബൌട്ട് യുവർ ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സെൽഫ് ഇൻട്രൊഡക്ഷൻ പോലെ, ജസ്റ്റ് ഒരു ഡീറ്റെയിൽഡ് സെൽഫ് ഇൻട്രൊഡക്ഷൻ. No. My name is Godson. I am living in Kottayam, in Chanasheri. I studied in SB school. SB in my school. In my 5 to 10, and after I go to +2 in Titano HHS. Which school? Titano HHS, IHHS. Okay. And after which was your stream? Complete my degree. Which was your stream? Which? In +2 higher secondary? Humanities. You were a humanities student. And after I complete my degree. And which was you are a graduate, right? Yeah, BCom. BCom graduate. Okay. So how was your college days? My college days was good. It was good. Do you have any memories regarding your college days? No, famous memories are we are going to tour in our college days. That was the memorable moment in your life. And where have you gone? Evada poya? It's Mysore. ഓക്കെ. സോ അത്യാവശ്യം കുഴപ്പമില്ലാതെ പറയുന്നുണ്ട്, കോൺഫിഡൻസ് ഒക്കെ ഉണ്ട്. ചെറിയ ഗ്രാമറ്റിക്കൽ മിസ്റ്റേക്സ് ഒക്കെ ഉള്ളു, അത് കറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം ജസ്റ്റ് ഈ സ്ലൈഡ്സ് ജസ്റ്റ് ഒന്ന് നോക്കുക. നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് കോൺസണൻസ് ആൻഡ് വവൽസിന്റെ ഒരു വർക്ക്ഔട്ട് ആണ്. അത് കഴിഞ്ഞിട്ടെല്ലാം ഇങ്ങനെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ്, കുഞ്ഞു കുഞ്ഞു സെന്റൻസുകളൊക്കെയാണ്. അപ്പൊ അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെയും പിന്നെയും പഠിക്കുമ്പോഴത്തേക്ക് അത് സ്വന്തമായിട്ട് പറയാൻ പഠിക്കും. ഓക്കെ. സോ ഇനി അടുത്ത സ്ലൈഡില് കോൺസണൻസ് ആൻഡ് വവൽസ്. ഓക്കെ.
ഇനി 4 മിനിറ്റും കൂടി ഉള്ളൂ. ഇത് ജസ്റ്റ് കവർ ചെയ്യണോ അതോ ക്യാൻ യു കണ്ടിന്യൂ സ്പീക്കിംഗ്? എന്തെങ്കിലും സംസാരിക്കാനായിട്ട് അബൌട്ട് യുവർ ഫാമിലി? My family consists 5 members. Me, ആ my father, mother, and my brother and sister. Brother working in Dubai. My sister studying in MBA. your sister Father, is studying MBA and your brother is working in Dubai. Dubai. Okay, what he is doing there? It's accountant. Accountant. And what's He's your accountant. he is an accountant. He is Yeah. accountant. Accountant മുമ്പിൽ ആൻ ആണോ എ ആണോ? He's an ആ an. വെരി ഗുഡ്. എ അക്കൗണ്ടന്റ് എന്ന് പറയത്തില്ല, ആൻ ആ സൗണ്ട് അല്ലേ, അക്കൗണ്ടന്റ് എന്നാണ്. Oh. അപ്പം ആൻഡ് ഹി ഈസ് ആൻ അക്കൗണ്ടന്റ്. ഓക്കെ. ആൻഡ് വാട്ട്സ് യുവർ Yes. ഡ്രീം ജോബ്? This time I have no dream job. Dream job. സ്റ്റിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ജീവിക്കാൻ വേണ്ടി ഒരു ജോലി വേണമല്ലോ. സോ വാട്ട് ഇറ്റ് വിൽ ബി? ഇവിടെ വന്ന എന്തെങ്കിലും ജോലി ചെയ്യാന്നുള്ളൂ. എല്ലാരും പട്ടിപ്പണിയാ. നാട്ടിലെ പോലെ. അല്ല, അപ്പൊ ക്യാൻ യു പ്ലീസ് ഷെയർ യുവർ എക്സ്പീരിയൻസ് ഇൻ ദാറ്റ് ന്യൂ കൺട്രി ഇൻ ലണ്ടൻ? London is good country. People are very good. And Okay. uh, People are they are friendly, right? അല്ലേ? yeah. It's very friendly people. Welcoming. And old people are not good. Is don't like the more other country peoples. Oh, I see. Is there racism? Racism ഉണ്ടോ? Yeah. Yes. Oh, I see. Oh, only for the old peoples. New Only generation for is good. old people. Mm. About the new generation, they treat us equally, right? Yeah. It's good. Do they treat equally? Equally. And so many new generation people told me, you can have racism. No worries, you do work. And So basically, what do you do there? What are the chores or works? I'm working in a warehouse. Warehouse. Yeah. So how many years Food of production. experience? 1 year. So how? One. I don't know, 6 months. Only 6 months. Only 6 months. Okay, that's great. Then anything else? Do you miss No, your nothing. homely food? The food Yes, culture, I miss my home, my mother and sister, and homely food also. Yes, here you have to prepare for yourself. Do you have to prepare for yourself or? Yeah, I prepare myself. Preparing. Is rice available there? Rice and Yeah. Is all are available. All rice, fish, meat, all Indian food are available here. And about their expense, is it expensive to live there? Oh no, expense is not high. The salary is very good. That's why it's not fair. In comparing our country, it's very high, but the salary is very good. That's why it's not. That's why you're not planning to come back to Kerala? No. I have lot of debts and You continue. other. പറയുന്നതിലൊക്കെ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് മനസ്സിലാകണം. സോ ഐ അണ്ടർസ്റ്റാൻഡ് വാട്ട് യു സേ. അപ്പൊ യു ആർ സക്സസ്ഫുൾ ആസ് എ കമ്മ്യൂണിക്കേറ്റർ. സോ നമുക്ക് ഈ ഒരു സെഷൻ ഇപ്പൊ വൈൻഡ് അപ്പ് ചെയ്യായി, കാരണം ഹാഫ് അവർ കഴിഞ്ഞല്ലേ. സോ വിൽ കണ്ടിന്യൂ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് ടുമോറോ. ഓക്കെ? Tomorrow. So see you tomorrow. Thank you. See you tomorrow. Okay, bye. Thank you very much. Thank you.